ഹലോ, ആൻസി സ്പൈസി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ വെക്കേഷനൊക്കെ ആയില്ലേ? അപ്പം ഞങ്ങളും വിചാരിച്ചു വെക്കേഷൻ അടിച്ച് പൊളിക്കാനായിട്ട് ഒരു റിസോർട്ടിൽ പോയാലോ എന്ന്. അങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് നമ്മുടെ CGH എർത്തിൻ്റെ സ്പൈസ് വില്ലേജിനെ പറ്റി ഒരു റിവ്യൂ കിട്ടിയത്. സൂപ്പർ സ്ഥലമായിരുന്നു. തേക്കടിയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞങ്ങളിതേണ്ട ഒരു മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചാണ് ഞങ്ങളെ അവിടേക്ക്. അവരുടെ ഒരു ഏർപ്പാടാണ്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മാലയിട്ട് നമ്മളെ റിസീവ് ചെയ്യുന്നത്. ഇത് അതിനകത്തെ ഒരു വ്യൂ ആണ്. ശരിക്കും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. നല്ല രസമാണ് അകം കാണാനായിട്ട്. ഒരുപാട് ഫോട്ടോസും പിന്നെ അവരുടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഇവരുടെ ഒരു വേഷവിധാനം തന്നെ ബാക്കിയുള്ള ഹോട്ടൽസിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മുടെ കേരളത്തനിമയുള്ള മുണ്ടും ഷർട്ടും ഒക്കെ ആയിരുന്നു അവരുടെ വേഷം. സോ ഇത് ഓൺ ചെയ്ത ഗ്രൂപ്പ് വന്നിട്ട് CGH എർത്ത് എക്സ്പീരിയൻസ് ഗ്രൂപ്പ് ഹോട്ടൽസ് എന്നാണ് പേര്. സോ CGH സ്റ്റാൻഡ്സ് ഫോർ ക്ലീൻ ഗ്രീൻ ഹെൽത്തി എർത്ത് എക്സ്പീരിയൻസ് ഗ്രൂപ്പ് ഹോട്ടൽസ് എന്നാണ്. സോ നമുക്ക് ഓൾ അറൗണ്ട് 24 പ്രോപ്പർട്ടീസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. സോ സ്പൈസി വില്ലേജ് സെക്കൻഡ് ഓൺ പ്രോപ്പർട്ടി. സോ സ്റ്റാർട്ട് ചെയ്ത് 1991-ലാണ്. സോ എല്ലാ CGHന്റെ പ്രോപ്പർട്ടിക്കും ഒരു യൂണീക് തീം ഉണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് തീം ഇടാറുള്ളത്. സോ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ തേക്കടി അതിനകത്ത് ചേർന്നിട്ട് ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ട്. സോ അവരറിയപ്പെടുന്ന മന്നാൻ ട്രൈബ്സ് എന്ന് പറഞ്ഞാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അവരുടെ ഒരു കോൺസെപ്റ്റ്, അവരുടെ ട്രൈബൽ വില്ലേജിൻ്റെ ഒരു ലേ ഔട്ട് ഫുൾ അതേപോലെ കോപ്പി ചെയ്ത് റീക്രിയേറ്റ് ചെയ്തു നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത്. സോ നിങ്ങൾ നമ്മൾ റൂം സൈഡ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ട്രൈബൽ വില്ലേജ് അവരുടെ ഒരു കുടിയിലോട്ട് കയറുന്ന ഒരു ഫീൽ ആയിരിക്കും. സോ നമ്മൾ കാണുന്ന ടാച്ചിങ് ഈ റൂഫ് ചെയ്തിട്ടുള്ള. സോ നമ്മുടെ ടാച്ചിങ് എല്ലാം ചെയ്യുന്നത് ഈ ട്രൈബൽ പീപ്പിൾസ് ആണ്. സോ അവരും അവരുടെ ഈ കോട്ടേജസ് ഹട്ട്സ് ഈ ഗ്രാസിന്റെ പേര് കൊണ്ട് എലിഫന്റ് ഗ്രാസ് എന്നാണ്. സോ ഈ എലിഫന്റ് ഗ്രാസ് വെച്ചാണ് അവരുടെ കോട്ടേജ് ടാച്ച് ചെയ്യാറുള്ളത്. സോ നമ്മൾ അവരെ തന്നെ ഹയർ ചെയ്ത് അവരാണ് ഇവിടെ ടാച്ചിങ് ചെയ്യാറുള്ളത്. അവരെയാണ് ഈ ഫോറസ്റ്റിന്റെ എലിഫന്റ് ഗ്രാസ് കളക്ട് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മേടിക്കും. ജസ്റ്റ് അവരെ കൂടി ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ. അത് സോ അതാണ് സ്പൈസിനെ കുറിച്ച്. പിന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻ ഹൗസ് ആക്ടിവിറ്റീസ് ആണ് ഗസ്റ്റിന് വേണ്ടി. സോ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 7:30 മുതലാണ്. സോ 7:30 to 8:30 നമുക്കൊരു യോഗ ക്ലാസ് ഉണ്ട്. സോ നമ്മുടെ യോഗ സെന്റർ ഉണ്ട് പ്രോപ്പർട്ടിക്കകത്ത്. തപസ്യ എന്നാണ് യോഗ സെന്ററിന്റെ പേര്. സോ യോഗ സെന്റർ 24/7 ഓപ്പൺ ആയിരിക്കും. സോ നമുക്കൊരു ട്രെയിനിങ് വരുന്നത് 7:30 to 8:30 ഒരു യോഗ ക്ലാസ് കാണും. ഒരു പേഴ്സണൽ ട്രെയിനർ കാണും. അവർ നമുക്ക് ഈ ഹത്ത യോഗ പഠിപ്പിച്ചു തരും. ഒരു 45 മിനിറ്റ്സ് യോഗയും ഒരു 15 മിനിറ്റ്സ് മെഡിറ്റേഷനും ആയിരിക്കും യോഗ. നമ്മളൊരു ഗാർഡൻ കഫേ ബാക്കിലായിട്ട് വരും. ജസ്റ്റ് ഞാൻ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ യോഗ സെന്റർ, പൂള്, ആയുർവേദ സെന്റർ എല്ലാം കാണിച്ചു തരാം. സോ 7:30 to 8:30 നമുക്കൊരു യോഗ ക്ലാസ് ഉണ്ട്. സോ ഇതിൻ്റെ എല്ലാ ടൈമിങ്സും ആക്ടിവിറ്റീസും ജസ്റ്റ് ലീഫിൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോർണിംഗ് 10 AM പിന്നെ ഈവനിങ് 4 PM നമുക്കൊരു പ്രോപ്പർട്ടി ടൂർ ഉണ്ട്. സോ ആക്ടിവിറ്റിയുടെ പേര് വന്നിട്ട് പെപ്പർ വൈൻ എന്നാണ്. പെപ്പർ വൈൻ. സോ അതൊരു നേച്ചർ വാക്ക് ആണ് പ്രോപ്പർട്ടിക്കകത്ത്. സോ പ്രോപ്പർട്ടി ഒരു 12 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ നിങ്ങൾ നേരെ ഡയറക്റ്റ് റിസപ്ഷൻ വന്നാൽ മതി ആ ആക്ടിവിറ്റിക്ക് വേണ്ടി. സോ ഇവിടെ നമ്മുടെ നാച്ചുറലിസ്റ്റ് ആണ്. സോ അവർ കൂടെ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടി ഫുൾ ഒന്ന് കാണിച്ചു തരും. നമുക്കിവിടെ കുറച്ച് സസ്റ്റൈനബിൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റ്, ഈ ഓർഗാനിക് ഗാർഡൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പോസ്റ്റ്, റീസൈക്ലിംഗ് ഓഫ് പേപ്പർ, അത് ഇഫ്ലുവൻറ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. സോ ഇതെല്ലാം കാണിച്ച് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മോർണിംഗ് 10-നും ഈവനിങ് 4-നും 4 ഇന്നത്തെ കഴിഞ്ഞു. 4 ആയല്ലോ. ഓക്കെ, ഇച്ചിരി ടയർഡാ. നാളെ സമയമുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് 10 മണിക്കും 4 മണിക്കും പെപ്പർ വൈൻ. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഫ്റ്റർനൂൺ 2 PM കിഡ്സിന് വേണ്ടിയുള്ള കിഡ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, പേപ്പർ മേക്കിംഗ് സെഷൻ. സോ ജസ്റ്റ് നമ്മൾ ഈ വേസ്റ്റ് പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്ത് പേപ്പർ മേക്കിംഗ് സെന്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സോ 2 o'clock നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. ലീഫ് ഇംപ്രഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള പേപ്പർ. സോ അതൊക്കെ പെൻഡന്റിൽ, ഗാർലൻഡിന്റെ പെൻഡന്റിൽ ഉണ്ടാക്കിയിരുന്ന റീസൈക്കിൾ പേപ്പർ വെച്ചിട്ടാണ്. സോ 2 o'clock റിസപ്ഷൻ വന്നാൽ മതി. നാച്ചുറലിസ്റ്റ് ഗൈഡ് ചെയ്യും പേപ്പർ മേക്കിംഗ്. സോ അത് കഴിഞ്ഞ് നമുക്ക് ഈ 4:30 to 5:30 നമുക്ക് ടീ കാർട്ടുണ്ട്.
സോ ടീ കാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ നിയർ വില്ലേജിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടീയും കുക്കി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടീസ് ഒക്കെ ഉണ്ടാക്കും, ടീസും കോഫി. സോ അതിനോട് തന്നെ ചെറിയൊരു കടി പോലെ എന്തെങ്കിലും പരിപ്പ്, ബനാന ഫ്രൈ എന്തെങ്കിലുമൊക്കെ ആണ്, സ്നാക്സ് കുക്കീസും കാണും. സോ അത് നിങ്ങളുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ ടീ കാർട്ടിൽ നിന്ന് അത് കഴിക്കാം. ഡയറക്റ്റ്ലി 4:30 5:30 ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണോ ഡയറക്റ്റ് വാക്കിംഗ് ചെയ്ത് കഴിക്കാം. ഇന്ന് തുടങ്ങും 5:30 ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6:45 ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു സ്പൈസസ്. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഇൻട്രൊഡക്ഷൻ ടു സ്പൈസസ്. സോ അതുകൊണ്ട് നമുക്ക് കുക്കിംഗ് ഡെമോ ആണ്. യാ, സോ നമ്മുടെ മെയിൻ റെസ്റ്റോറൻറ്റ് ചെറിയ നടക്കുന്നത്. സോ 6:45 തൊട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും. സോ നമ്മുടെ ഷെഫ് വന്നിട്ട് ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യും. സോ ടുഡേ ഇന്നൊരു പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കൻ കറി. സോ ഷെഫ് ആ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽസ് കൂടെ കാണും. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിഷസ് ആണ്, സ്പൈസസ് ആണ് ആഡ് ചെയ്തത് ഇപ്പോൾ ആ ഡിഷിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ ഡിഷിൽ, അതിൻ്റെ ആ സ്പൈസസ് എവിടെ നിന്നാണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 6:45 നമ്മുടെ മെയിൻ റെസ്റ്റോറൻറ്റിൽ. സോ അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ബഞ്ച് ഓഫ് ഈ റെസിപ്പി ബുക്ക് നിങ്ങൾ മെയിലോട്ട് അയച്ചു തരും. അത് 6:45 നമ്മൾ മെയിൻ റെസ്റ്റോറൻറ്റ് വെച്ച്. സോ അത് കഴിഞ്ഞ് നമുക്ക് 7:30 to 8 o'clock നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. any 2 items will perform by artist. സോ ഇന്ന് നമുക്ക് ഭരതനാട്യം കുച്ചിപ്പുടിയാണ് അവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ ഈ റിസപ്ഷൻ ജസ്റ്റ് ബിസൈഡ് ആയിട്ട് ഒരു RP തിയേറ്റർ ഉണ്ട്, അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കാറുള്ളത്. സോ ഇന്നിപ്പോൾ ജസ്റ്റ് മഴയായതുകൊണ്ട് സംടൈംസ് ഇത് ഷിഫ്റ്റ് ടു റെക്രിയേഷണൽ സെൻറ്റർ. സോ എനിക്ക് മാക്സിമം പോസിബിലിറ്റി അവിടെ വെച്ചായിരിക്കും, റെക്രിയേഷൻ വെച്ചായിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നാൽ മതി, RP തിയേറ്റർ. സോ അതായത് കൾച്ചറൽ ഡാൻസ് 7:30 to 8 o'clock. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് 8:30 to 9 o'clock ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിൻ്റെ പേരാണ് ടോക്ക് വിത്ത് നാച്ചുറലിസ്റ്റ്. സോ അതുകൊണ്ട് സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ ആണ്. ജസ്റ്റ് നമ്മൾ പെരിയ ടൈഗർ റിസർവിനെ കുറിച്ച് നമ്മളെ നാച്ചുറൽസ് മനസ്സിൽ പറഞ്ഞു തരും. ആ ടൈഗർ റിസർവ് സ്ക്വയർ കിലോമീറ്റർ എത്രയാണ്, അതിനകത്ത് എന്തൊക്കെ അനിമൽസ് ഉണ്ട്, എന്തൊക്കെ ബേർഡ്സ് ഉണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ. സോ അതാണ് ആ ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റി എല്ലാം ഫിനിഷ് 8:30 to 9. പിന്നെ നമുക്ക് പ്രോപ്പർട്ടിക്കകത്ത് 2 റെസ്റ്റോറൻറ്റ് ഉണ്ട്. വൺ ഈസ് അവർ മെയിൻ റെസ്റ്റോറൻറ്റ് ടാമറിൻ ട്രീ. സോ അവിടെ ആയിരിക്കും പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പ്രോപ്പർ മീലൊക്കെ അവിടെ സെർവ് ചെയ്യുന്നത്. സോ 7:30 to 10 ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്. അടുത്ത് 12:30 to 3 ആയിരിക്കും നമ്മുടെ ലഞ്ച് ടൈമിങ്. ഈവനിങ് 7:30 to 10 ആയിരിക്കും ഡിന്നറിൻ്റെ ടൈമിങ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി റെസ്റ്റോറൻറ്റിലെ കഫേ ഉണ്ട്, ഗാർഡൻ കഫേ എന്നാണ് പേര്. സോ മോർണിംഗ് 11 ഓപ്പൺ ആകും, ഈവനിങ് 4 ക്ലോസ് ചെയ്യും. സോ കഫേ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കഫേ തൊട്ടടുത്ത് തന്നെ ടീ കാർട്ട് വരുന്നത് 4:30 to 5:30. സോ അത് കഴിഞ്ഞ് അഗെയിൻ 4 o'clock ക്ലോസ് ചെയ്ത കഫേ അഗെയിൻ റീ ഓപ്പൺ ചെയ്യും 7:30 ഡിന്നറിന് വേണ്ടി, ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആയിട്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് 50 mile ഡയറ്റ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ 50 മൈൽ റേഡിയസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമായിരിക്കും അവിടെ കുക്ക് ചെയ്യുന്നത്. സോ എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ് എൻവയോൺമെൻറ്റിലോട്ട് നമ്മളെ പുറന്തള്ളുന്ന കാർബൺ ഫുഡ് കുറയ്ക്കാനും നമ്മളെ ലോക്കൽ വെൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ റെസ്റ്റോറൻറ്റ്. സോ ഫാം ടു ടേബിൾ കോൺസെപ്റ്റിൽ സം ഫ്രഷ് ഫുഡ്സ് അവിടെ സെർവ് ചെയ്യും അങ്ങനെ. സോ അത് നമുക്ക് ബാറുണ്ട് പ്രോപ്പർട്ടിക്കകത്ത്. സോ മോർണിംഗ് 10 തൊട്ട് ഈവനിങ് 11 വരെ ബാർ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഒരു സ്പാ ഉണ്ട്. സ്പായുടെ ടൈം വന്നിട്ട് മോർണിംഗ് 7:30 till 7:30 AM to 7:30 PM. പിന്നെ ഒരു കോമൺ പൂൾ ഉണ്ട് നമുക്ക്. പൂളിൻ്റെ ടൈം വന്നിട്ട് 7 to 7. മോർണിംഗ് 7 ഓപ്പൺ ചെയ്യും, ഈവനിങ് 7 ക്ലോസ് ചെയ്യും പൂൾ. സോ അവിടെ പൂൾ പോയി കാണും. പിന്നെ പ്രോപ്പർട്ടിക്കകത്ത് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. ഇത്രയാണ് ഫെസിലിറ്റീസ്, ആക്ടിവിറ്റീസ് നമുക്കുള്ളത്. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാം നമ്മൾ ലീഫിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് അങ്ങനെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഒരു വലിയ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഷോപ്പാണ് പ്രോപ്പർട്ടിക്കകത്തുള്ള. ഇൻ കേസ് എനി ബുട്ടീക്സ്, ഹാൻഡിക്രാഫ്റ്റ് സ്പൈസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ മേടിക്കാം. പിന്നെ നമ്മൾ ആ ലോങ് വൺ. It's a shop. This one. ഇവിടെ വെള്ളം. Wait, this one is a shop. ഒന്നിനകത്ത് റിസപ്ഷൻ ഡാഷ് കുടിക്കാം, ഒന്ന് മിഡിലൂടെ, ഒന്ന് ആ സൈഡിൽ അവിടെ കുടിക്കാം, റൂം സൈഡ് അവിടെ കയറാം. സോ ഇതിൻ്റെ എൻഡിലായിട്ടാണ് നമ്മൾ ടൈഗർ ക്ലബ്ബ് വരുന്നത്. നമ്മളെ നാഷണൽ സ്റ്റോക്കൊക്കെ ഉള്ളത് ടൈഗർ ക്ലബ്ബ്.
ഇതുകൊണ്ട് നമ്മളെ കഫയാണ് ഗാർഡൻ മോർണിംഗ് 11 to 4. സോ 4 ക്ലോസ് ചെയ്യും, പിന്നെ ഈവൻ 7:30 വീണ്ടും ഓപ്പൺ ചെയ്യും. സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് 50 മൈൽ ടൈപ്പ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പിറകിലാക്കി ഇവിടെ വന്നാൽ മതി. ആക്ച്വലിക്ക് എല്ലാത്തിനും വന്നാൽ മതി. ടീക്കാട്ടിന് ഡയറക്റ്റ് ഇവിടെ പോയാൽ ടീക്കാട്ട് മാത്രം. ടീക്കാട്ട് പിന്നെ ബാക്കിയുള്ള ആക്ടിവ് ഇവിടെ വന്നാൽ നമ്മൾ ഗൈഡ് ചെയ്യും. സോ ഇതിൻ്റെ ബാക്കിലൊക്കെ നമ്മളെ യോഗ സെൻറ്റർ തപസ്യ, പിന്നെ ബാറ്റിംഗ് തൊട്ട് ബാസ്കറ്റ് ബോൾ ടെന്നീസ് എല്ലാം വരുന്നത്. പെരിയ ടൈഗർ റെസർവ് ആദ്യത്തെ റേഞ്ചറുണ്ട്. ആ പുള്ളിക്കാരൻ്റെ പേര് AW വുഡ്സ് എന്നാണ്. പുള്ളിക്കാരൻ്റെ ഗെയിമിംഗ് സെൻ്റർ ആയിരുന്നത്. പുള്ളിക്കാരൻ്റെ മരണശേഷം പുള്ളിക്കാരൻ്റെ ചെറുപ്പക്കൂടെ മേടിച്ച് നമ്മളൊരു ബാറാണ്. സോ ഇത് പ്രോപ്പർട്ടി അന്ന് ആഡ് ഓൺ ചെയ്തതാണ് ബാർ. സോ മെയിനായിട്ട് നമ്മൾ പുള്ളിക്കാരൻ ഒരു ഇൻട്രാക്റ്റീവ് പൂൾ ഇവിടെ ഉണ്ട്. It's not 7 feet. ഇതൊരു കോമൺ പൂളാണ്. ഡെപ്ത് ഒരു 3 feet to 7 feet. Oh, this is 3 feet. That is 7 feet. ഇതൊരു ഓക്സിഡൈസ് പൂളാണ്. നമ്മൾ ക്ലോറിനോ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് സാൻഡും ചാർക്കോളും വെച്ച് ഫിൽറ്റർ ചെയ്തിട്ട് വാട്ടർ നമ്മൾ പ്രോപ്പർ ഓഡിയോടെ പാസ് ചെയ്തിട്ട് ഇലക്ട്രിക് എനർജി കൊടുത്ത് പ്ലാസ്റ്റിക് വെച്ച് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്യുന്നതാണ് വാട്ടർ. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ റെസ്പിറേറ്ററി സെൻസർ, വാട്ടർ ഫ്ലോറി, വാട്ടർ ബോർഡ് ഇവിടെ ലെഫ്റ്റ് എടുത്ത് ഈ ബോർഡിൽ ഓരോ ദിവസത്തെ ഈവൻസും പിന്നെ അന്നത്തെ എന്താ സ്പെഷ്യൽ ഡിഷും അതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. അപ്പം ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ ഹട്ട്സ് ഉണ്ട്. ഇതിൽ ഒരു ഹട്ടിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. Cycle ഇവിടെ ഓടിക്കാമോ? Look, you can ride it here. My God, is Ohio. What is our? Oh my God, Ohio. ഞാൻ വീഴാൻ പോയി ഇവിടെ. ഞാൻ ഇവിടെ ഡെഫിനറ്റ്ലി വീഴും. അപ്പൊ ഇവിടെ definitely here. ഇതാണ് ഞങ്ങളുടെ ഹട്ട്. കണ്ടോ, ഇതിനകം കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ. AC ഒന്നുമില്ല, TV ഇല്ല, പക്ഷേ ഒരു നമ്മൾ AC റൂമിനകത്ത് ഇരിക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ്. അതിൻ്റെ റൂഫിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. വിൻഡോസിൽ നോക്കിയ മെഷ് ഡോർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മാസ് സ്വിച്ച് ഉണ്ട് പവർ സപ്ലൈ വേണ്ടി. സോ നമുക്ക് ടേബിളിൽ നമ്മളിവിടെ ഒരു 1000 ബ്രൗഷർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പായിലുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രീഫ് ഐഡിയ. ജസ്റ്റ് ഇവിടെ പോയിട്ട് റേറ്റ് കാർഡിനകത്ത് തന്നെ ഉണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്ത് നമുക്ക് ആ ഒരു സ്ലോട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും.
നമുക്ക് ഡോക്ടർ ഉണ്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർ നമുക്ക് കുറച്ച് മിനി ബാർ ആയിട്ട് ഈ മിനി ബാറില് നമുക്ക് ഈ റെഡ് വൈന് ഈ ആൽബർട്ട് ക്യാഷ് നമ്മുടെ ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്, ഒരു ലക്ഷറിയസ് വാഷ്റൂം എന്ന് തന്നെ വേണം പറയാൻ. ഇത് കണ്ടോ, ഇതായിരുന്നു നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് ഇട്ട് തന്ന് ആ ഒരു മാല. ഇതൊരു പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ആ ലോക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും വേസ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് അവിടുത്തെ ചെരുപ്പാണ്. ഇത് നോക്കി, ഇത് നമ്മുടെ ചാക്കിൻ്റെ ചെരുപ്പാണ്. പിന്നെ ഇത് ഹട്ടിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഇല്ല, ഇത് ലൈബീരിയൻ കോഫി ട്രീ ആണേ. അതിൻ്റെ ഫ്ലവർ നല്ല മണമാണ്. ഇത് ടീ കാർട്ടാണ്. ഇവിടെ നമുക്ക് വൈകുന്നേരത്തെ ടീ കോംപ്ലിമെൻ്ററി ആണ്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നതായിരുന്നു. നല്ലൊരു ആംബിയൻ്റ് ആണ്. ഇവിടെയും ഒരു ഹട്ട് പോലെയൊക്കെയാണ് കിട്ടിയേക്കുന്നത്. ശരിക്കും നാടൻ രീതിയിലുള്ള സ്നാക്സൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ പഴംപൊരിയും പിന്നെ കുക്കീസ് ഉണ്ട്. നല്ല കോക്കനട്ട് കുക്കീസ് ആയിരുന്നു. പക്ഷെ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. പഴംപൊരി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഒരു കോഫി ആയിരുന്നു പറഞ്ഞിരുന്നത്. പിള്ളേർ ഹോട്ട് ചോക്ലേറ്റും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.